എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫയറിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. വിദ്യാഭ്യാസവുമായിട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടോ ആ ഒരു അപ്ഡേറ്റ് ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു തരും. അപ്പോൾ അതിനു മുമ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കാം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, കാരണം അവസാന ഭാഗങ്ങൾ അഡ്മിഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. സീറ്റിനെ സംബന്ധിച്ച് കണക്ക് കാണിച്ചുകൊണ്ട് നമ്മൾ വാർത്തകൾ പറയുന്നു. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ വാർത്ത, ഇന്ത്യയിൽ സ്കൂൾ തുറക്കുന്നതിന് നിലവിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. സ്കൂളുകൾ തുറന്നുകൊണ്ടുള്ള അധ്യയനം ആരംഭിക്കാമെന്ന് ICMR ഡയറക്ടർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകൾ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2% മുകളിൽ മാത്രമാണ്. അപ്പോൾ സ്കൂളുകൾ വിദ്യാർത്ഥികളെ എത്തിച്ചുകൊണ്ടുള്ള അധ്യയനം ആരംഭിക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ICMR ഡയറക്ടർ ശ്രീനാഥ് ഭാർഗവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് പക്ഷേ അതിനകത്ത് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശികമായിട്ട് തീരുമാനമെടുക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കാര്യം സംശയമാണ്. പക്ഷേ കേരളത്തിൽ കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യമാണ് എങ്കിൽ ഉറപ്പായിട്ടും സംസ്ഥാന ഗവൺമെന്റിനും സ്കൂളുകൾ തുറന്നുകൊണ്ട് വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള അധ്യയനം തുടങ്ങുന്നതിന് തടസ്സമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ കേരളത്തിലെ സ്ഥിതി വളരെ ഭയാനകമാണ്. ഇന്ത്യയിൽ 2% കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 12% ഇന്ത്യയിൽ മൊത്തം റിപ്പോർട്ട് ചെയ്യുന്നത് 30,000 ആണെങ്കിൽ അതിനകത്ത് 16,000 നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണ്. പക്ഷേ കേരളമാണ് എപ്പോൾ വേണമെങ്കിലും സ്ഥിതിഗതികൾ മാറിമറിയാം. കുറയുന്ന സാഹചര്യമാണ് എങ്കിൽ നമുക്കും സ്കൂൾ തുറന്ന് നേരിട്ട് സ്കൂളിലെത്തി നമ്മുടെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു കാലം വിദൂരമല്ലെന്ന് മാത്രം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കേന്ദ്ര സർക്കാരും എല്ലാം ഉദ്ദേശിച്ചിരുന്ന കാര്യം കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ ആദ്യം എത്തിച്ചുകൊണ്ട് അവരുടെ ക്ലാസ് തുടങ്ങാനാണ്. പക്ഷേ ICMR ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആദ്യം ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ആദ്യം സ്കൂളുകളിലേക്ക് എത്തിക്കുക, അവരുടെ അധ്യയനം ആദ്യം തുടങ്ങുക എന്നുള്ള നിർദ്ദേശമാണ് ICMR ഡയറക്ടർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് എന്ത് തീരുമാനം വരുമെന്നറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വാർത്തയാണ്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് അഡ്മിഷൻ പ്രൊസീജിയർ. പക്ഷേ ആ ഒരു കാര്യത്തിനും വലിയ ഭയത്തിൻ്റെയോ ആശങ്കയുടെയോ ആവശ്യമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നു, ഒരു വിദ്യാർത്ഥിക്ക് പോലും ഉപരിപഠനം മുടങ്ങുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകില്ല. നിങ്ങൾക്കെല്ലാം ഉപരിപഠനത്തിന് ചേർന്ന് പഠിക്കുവാനുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീറ്റുകൾ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകി പറയുന്നുണ്ട്. അത് ഏകദേശം 3,60,000 പ്ലസ്, അതായത് +1 സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഏകദേശം 4 ലക്ഷത്തിലധികം, ഏകദേശം 4.12 സംതിങ് ആണ് തോന്നുന്നു SLC കഴിഞ്ഞവർ മാത്രമുണ്ട്. പക്ഷേ +1 സീറ്റ് മാത്രമല്ല ഹയർ സ്റ്റഡീസിനുള്ളത്. പോളിടെക്നിക് ഉണ്ട്, അതുപോലെ ITI ഉണ്ട്, VHSC ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ തന്നെയും പിന്നീട് വരുന്ന ഒരു വിഭാഗക്കാരാണ് നമ്മുടെ ICSE വിദ്യാർത്ഥികൾ, CBSE വിദ്യാർത്ഥികൾ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുന്നവരും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെ നമ്മൾ കടക്കും അല്ലെങ്കിൽ മറികടക്കും എന്നുള്ള ചോദ്യത്തിന് കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, നിലവിലുള്ള അല്ലെങ്കിൽ സീറ്റുകൾ പല ജില്ലകളിലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആ ജില്ലകളിലേക്ക് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രൊസീജിയറിലേക്ക് ഒരുപക്ഷെ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് പോകും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്കൂളുകൾ കിട്ടിയില്ലെങ്കിലും മറ്റ് ജില്ലകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിലേക്ക് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് കടക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ട് പറയുന്നത്, ഇനിയിപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇത്തവണ വലിയ ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 20% സീറ്റ് വർധന എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 20% സീറ്റ് വർധന എന്ന് പറയുമ്പോൾ 3 ലക്ഷത്തിനകത്ത് ഏകദേശം 20% വരുന്ന സമയത്ത് 3 ലക്ഷം സീറ്റാണ് +1. അപ്പോൾ അതിനകത്ത് 20% എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 50,000 സീറ്റിന് മുകളിൽ വീണ്ടും നിങ്ങൾക്ക് സീറ്റ് വർദ്ധിക്കും. അപ്പോൾ ഇതൊരു അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും അഡ്മിഷൻ കിട്ടുവാനുള്ള ഒരു സാധ്യത സീറ്റ് വർധനയിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടേണ്ടയോ വിഷമിക്കേണ്ടയോ ആശങ്കപ്പെടേണ്ടയോ അവസരമില്ല. നിങ്ങൾക്ക് ഉപരിപഠനത്തിന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപരിപഠനത്തിനുള്ള സാധ്യത ഈ ഭരണകൂടം, ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ സങ്കടപ്പെടേണ്ടയോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുക, ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് ഞാൻ ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു വിഷമത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ആവശ്യം ചെറുതായിട്ടെങ്കിലും ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. അതൊരു വസ്തുതയാണ്, തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥിയാണ് എങ്കിൽ, നിങ്ങൾ ഇവിടെ SLC പാസ്സായി അല്ലെങ്കിൽ ഇവിടെ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ
ഉപരിപഠനം മുടങ്ങില്ല, അതിനുള്ള സീറ്റ് ഈ ഭരണകൂടം വാഗ്ദാനം ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു, നിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു. അതിനകത്ത് ആശ്വസിക്കുക, സന്തോഷിക്കുക. അപ്പോൾ നിങ്ങളുടെ മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും